നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ജനുവരി 1 മുതൽ കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ചില ഭേദഗതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരോക്ഷ നികുതി നടപടികൾ കൂടുതൽ കർശനമാക്കുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ MP. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയത് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്ന് മുരളീധരൻ പറഞ്ഞു. മധ്യപ്രദേശിലെ ഹോംശങ്കാബാദിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കുട്ടിയുടെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ നിലയിൽ വീടിന്റെ ടെറസിൽ നിന്ന് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞത്. കുട്ടിയുടെ അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സിൽവർ ലൈൻ വിഷയത്തിൽ ശശി തരൂർ വിശദീകരണം നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞ വിഷയത്തിൽ UDF ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് എന്ന് മറുപടിയിൽ വ്യക്തമാണ് എന്നാണ് സൂചന. UDF നിലപാട് തരൂരിന് ബോധ്യപ്പെട്ടുവെന്നും അത് പരസ്യമായി പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ. നിയന്ത്രണങ്ങളുടെ ഭാഗമായി നഗരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പകുതി ജീവനക്കാർക്ക് മാത്രമാണ് അനുമതി. പഞ്ചാബിലെ ലുധിയാന കോടതിയിലുണ്ടായ സ്ഫോടനത്തിൽ നിരോധിത സിഖ് തീവ്രവാദി സംഘടനയിലെ അംഗമായ ഒരാൾ പിടിയിൽ. സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ പ്രവർത്തകനും പ്രധാന നേതാവുമായ ജസ്വീന്ദർ സിംഗ് മുൾട്ടാനിയെ ജർമ്മനിയിൽ നിന്നും തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു. ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 477.24 പോയിന്റ് ഉയർന്ന് 57,897.48 നിഫ്റ്റി 147 പോയിന്റ് നേട്ടത്തിൽ 17,233.30 വ്യാപാരം അവസാനിപ്പിച്ചത്.